ജീവമാതാ കാരുണ്യ ഭവൻ പ്രശ്നം ഞെട്ടിക്കുന്ന പല വഴിത്തിരിവുകളിലേക്കും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥാപനം നടത്തിപ്പുകാരുടെ, പ്രത്യേകിച്ച് ഉദയഗിരിജ എന്ന വ്യക്തിയുടെ കഴിഞ്ഞകാല ജീവിതം എന്തായിരുന്നുവെന്നും ഈ സ്ഥാപനത്തിന്റെ മറവിൽ അവരുണ്ടാക്കിയ സ്വത്തിനെക്കുറിച്ചും അവരുടെ വഴിപിഴച്ച ജീവിതത്തെക്കുറിച്ചുമൊക്കെ പുറം ലോകത്തിന്റെ മുൻപിൽ തുറന്നു പറഞ്ഞുകൊണ്ട് പല വ്യക്തികളും ഇതിനോടകം രംഗത്തെത്തി. ഇതിനിടയിൽ നിർണായകമായ പല തുറന്നു പറച്ചിലുകളും നടത്തിയത് പത്തനാപുരം സ്വദേശിയായ, ഇപ്പോൾ വിവാഹിതയായി കോട്ടയത്ത് പാർക്കുന്ന ഒരു യുവതിയാണ്. ബാല്യകാലം മുതൽ അമ്പിളി എന്ന ഉദയഗിരിജയെ കണ്ടും കേട്ടും അവരുടെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കിയും അവർ നടന്ന വഴികളെക്കുറിച്ച് വളരെ വ്യക്തമായ തിരിച്ചറിവുകൾ ഉണ്ടാവുകയും ചെയ്ത ഒരു യുവതി. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഗിരിജ അനാഥാലയം തുടങ്ങുകയും അതിന്റെ മറവിൽ കണ്ടമാനം പണം തട്ടുകയും കോടികൾ ആസ്തിയുള്ള ഒരു വ്യക്തിയായി മാറുകയും ചെയ്തതെല്ലാം നല്ലൊരു ശതമാനം ഈ സമൂഹത്തോട് തുറന്നു പറയുവാൻ തയ്യാറായത് ഈ യുവതിയാണ്. ഇപ്പോൾ ഈ തുറന്നു പറച്ചിൽ നടത്തിയ ഈ സ്ത്രീക്കെതിരായി ഭീഷണികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ മാനഭംഗപ്പെടുത്തുമെന്നും വീട് കയറി ആക്രമിക്കുമെന്നും അപ്പനെയും അമ്മയെയും ഭർത്താവിനെയും ഒക്കെ ആക്രമിക്കും എന്നുള്ള വോയിസ് ക്ലിപ്പുകളൊക്കെ പുറത്തു വന്നിരുന്നു. അതൊക്കെ താൻ തൻ്റെ ഒരു യൂട്യൂബ് ചാനലിൽ കൂടി പുറത്തുവിടുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ പുതിയൊരു വീഡിയോയിൽ അവർ പറയുകയാണ്, അവരുടെ വൃദ്ധയായ മാതാവിനെ ഉദയഗിരിജയുടെ അമ്മ വഴിയിൽ തടഞ്ഞു നിർത്തുകയും ഭീഷണിപ്പെടുത്തുകയും മകളെ കൊന്നുകളയും എന്നുള്ള വധഭീഷണി ഉൾപ്പെടെ പുറപ്പെടുവിക്കുകയും ചെയ്തിരിക്കുന്നുവെന്ന്. ഇതിൻ്റെ വീഡിയോ ക്ലിപ്പുകളൊന്നും ലഭ്യമല്ല. പക്ഷേ അവർ തമ്മിൽ സംസാരിക്കുന്നത് ആ വോയിസ് അവരുടെ അമ്മ ഫോണിൽ റെക്കോർഡാക്കി തൻ്റെ മകൾക്ക് അയച്ചു കൊടുത്തു. അതത്ര വ്യക്തമല്ല എങ്കിലും ആ വീഡിയോയിൽ അവരത് പ്ലേ ചെയ്യുന്നുണ്ട്. നമുക്കതൊന്ന് കേൾക്കാം. നമസ്കാരം. ഞാനിപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്ത അറിയിക്കാൻ വേണ്ടി വന്നതാണ്. എൻ്റെ നാട്ടിൽ എൻ്റെ മദറുണ്ട്, നിങ്ങൾക്ക് അറിയാലോ. അപ്പം പുള്ളിക്കാരി ഒറ്റയ്ക്ക് താമസിക്കുന്നതാണ്. അപ്പോൾ പുള്ളിക്കാരി എന്തോ ചായ കുടിക്കാൻ എങ്ങാണ്ടോ കടകളിൽ പോയ ടൈമിൽ ഈ ഗിരിജയുടെ അമ്മ അവിടെ വരികയും ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്തു. ആൾക്കാരൊക്കെ കൂടി ഭയങ്കര വിഷയമായി. എന്നെ എന്താ പറയുക, എന്നെ പ്രാഗിക്കൊല്ലും, തട്ടിക്കളയും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇഷ്യൂസ് ആയിരുന്നു. ഞാൻ അതിൻ്റെ വോയിസ് ഒന്ന് കേൾപ്പിക്കാം. അമ്മയ്ക്ക് വീഡിയോ എടുക്കാനൊന്നും അറിയില്ല. പിന്നെ എന്താ പറയുക, മറ്റുള്ളവരോട് വീഡിയോ എടുത്ത് തരാനോ അങ്ങനെ പറയാനൊന്നും അമ്മയ്ക്ക് അറിയില്ല. ഞാൻ എന്തായാലും വോയിസ് ഒന്ന് കേൾപ്പിക്കാം. എൻ്റെ ബന്ധുക്കൾ പോലും, ബാക്കിയുള്ളതൊരു തെറിയാണ്, ഞാൻ തെറി പ്ലേ ചെയ്യുന്നില്ല, എൻ്റെ ബന്ധുക്കൾ പോലും എനിക്ക് എതിരായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നം സമൂഹം ശ്രദ്ധിക്കുന്ന ഒരു വാർത്താ പ്രാധാന്യമുള്ള വിഷയമായി മാറിയതിനു ശേഷം ഈ സഹോദരി ഇത്തരത്തിലുള്ള ഒട്ടനവധി വെളിപ്പെടുത്തലുകൾ തന്റെ ചാനലിൽ കൂടിയും മറ്റ് പല മാർഗങ്ങളിലൂടെയും ലോകത്തോട് നടത്തി. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഉദയഗിരിജയുടെ ഉറക്കം കെടുത്തിയതിൽ നല്ലൊരു പങ്ക് ഈ സഹോദരിക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കെതിരായിട്ടിപ്പോൾ വധഭീഷണി വന്നിരിക്കുകയാണ്. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ടു നോക്കിയേ. പത്തനാപുരത്ത് ആ ഗ്രാമാന്തരീക്ഷത്തിൽ ജീവിക്കുന്ന നല്ലൊരു ശതമാനം ആൾക്കാരും ഈ തുറന്നു പറച്ചിലുകൾ നടത്തിയതിന് ഈ സ്ത്രീയെ കുറ്റപ്പെടുത്തുകയാണ് പോലും. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടട്ടെ, അതിനി ഇവൾക്കെന്താണ്, ഇവളെന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തലയിടുവാൻ പോകുന്നത് എന്നൊക്കെയാണ് അവരുടെ ചോദ്യം. അവിടെ ചെന്ന് വഴക്കുണ്ടാക്കി. അപ്പം അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ പറഞ്ഞു, നിങ്ങളുടെ മകൾ എന്തിനാണ് ഇതിനകത്തൊക്കെ ഇടപെടാൻ പോകുന്നത്, അവരുടെ സ്വഭാവം അറിയാവുന്നതല്ലേ, അവര് ആ കോളനി കിടന്ന് കാണിക്കുന്ന എല്ലാ വൃത്തികേടുകളും എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ളവരോടൊക്കെ എന്തിനാണ് ഇങ്ങനെ പറയാൻ പോകുന്നത്, നാളെ നിങ്ങളുടെ മകൾക്കെതിരെ ഇതൊക്കെ വരില്ലേ, നിങ്ങളുടെ മകളെ അവര് എന്തെങ്കിലും ചെയ്താൽ എന്ത് ചെയ്യും എന്നൊക്കെയാണ് ആ നാട്ടുകാർ ചോദിച്ചതെന്നാണ് പറയുന്നത്. ഞാൻ എന്തിനിതിൽ ഇടപെട്ടു എന്ന്. അപ്പൊ ഞാൻ വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട്, ഒരു അനാഥ പെൺകുഞ്ഞുങ്ങളുടെ നേർക്ക് ഇത്രയും ക്രിമിനൽ ആക്ടിവിറ്റി കാണിക്കുന്ന ഈ സ്ത്രീയെ ഞാൻ ചോദ്യം ചെയ്തത് എങ്ങനെയാണ് തെറ്റാവുന്നത്? ഞാൻ മാത്രമാണോ ചോദ്യം ചെയ്തത്? ആ നാട്ടിലുള്ള എല്ലാവരും, ആ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ പറഞ്ഞ ഉദയഗിരിജ എന്ന അമ്പിളിയെ കുറിച്ച്. അപ്പൊ അവരത് ഇപ്പൊ പറയുന്നുണ്ട്, നിന്റെ മകൾ എന്തിനാണ് അതിലൊക്കെ ഇടപെടാൻ പോയത്, കാരണം അവരുടെ സ്വഭാവം എല്ലാവർക്കും അറിയാവുന്നതാണ്,
നാളെ എന്തെങ്കിലും വന്നാൽ എന്ത് ചെയ്യും? അവർ തിട്ടിപ്പിരാഗി എന്നെ കുറെ പിരാഗി ഏതോ മലനടയിലൊക്കെ നേർച്ച നേരും. പിന്നെ ലാസ്റ്റ് അവർ ഒരു ഓഡിയോക്കകത്ത് പറയുന്നുണ്ട്, ഭർത്താവ് എൻ്റെ മരുമോനെ കൊല്ലും എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. മരുമോനെ കൊല്ലും എന്ന് വെച്ചാൽ മീൻസ് എൻ്റെ ഹസ്ബൻഡിനെ അവരെ എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നൊക്കെയാണ് ഇവർ ഈ പറയുന്നത്. ഹസ്ബൻഡിനെയാണ് കൊല്ലുന്നൊക്കെയാണ് ഇവർ ഈ അമ്പിളിയുടെ വീട്ടുകാർ പറയുന്നത്. അപ്പോൾ അതാണ് ഇവിടെ മദർ ഫോൺ കോളിലൂടെ എനിക്ക് പിന്നെ അയച്ചു തന്നത്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇവരെന്ത് തെമ്മാടിത്തരം കാണിച്ചാലും ഇങ്ങനെ നാട്ടിൽ വന്നിട്ട് കുറച്ച് എന്താ പറയുക ചീത്തയും വിളിച്ച് കുറച്ച് മണ്ണ് വാരി പിരാഗിയിട്ട് പോകുമ്പോൾ ആ നാട്ടുകാരങ്ങ് സൈലന്റ് ആവും. കാരണം അവർക്ക് അതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല. അതിൽ കൂടുതൽ ഒരു പബ്ലിസിറ്റി ആഗ്രഹിക്കാത്ത ഒരു നാടാണത്. അവിടെ സ്വന്തം കാര്യം സിന്താബ എന്നും പറഞ്ഞ് ജീവിക്കുന്നവരാണ് കൂടുതലും. എല്ലാവരും അങ്ങനെയല്ല, കൂടുതൽ ആൾക്കാരും. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ആ നാട്ടിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ഈ അമ്പിളിക്കെതിരെ തിരിയുകയോ അമ്പിളിക്കെതിരെ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. കാരണം അവർക്ക് പേടിയാണ്. എന്നാൽ അമ്പിളി തൊട്ട് നല്ല സ്ത്രീ അല്ലെന്ന് ആ നാട്ടിലുള്ള എല്ലാവർക്കും അറിയുകയും ചെയ്യാം. പക്ഷേ അമ്പിളി എന്തിനിത് ചെയ്യുന്നു, അല്ലെങ്കിൽ അമ്പിളി ഇത് ചെയ്ത തെറ്റാണ്, അമ്പിളി കാണിച്ചത് കുഞ്ഞുങ്ങളോടാണ്, അത് മറക്കരുതെന്ന് ആ നാട്ടിൽ ആരും ചിന്തിച്ചില്ല. പിന്നെ എന്നെക്കുറിച്ച് നാട്ടുകാർക്കൊന്നും കുറ്റമൊന്നും പറയാനില്ല. ഇനി അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ എന്തിനിതിൽ ഇടപെട്ടു എന്നാണ് അവർ ചോദിക്കുന്നത്. വേറൊന്നും ചോദിച്ചിട്ടില്ല, എന്നെ കുറിച്ച് കുറ്റമൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ എന്തിന് അതിൽ ഇടപെട്ടു എന്ന് മാത്രമേ അവർ ചോദിക്കുന്നുള്ളൂ. അതെ, സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന ഫിലോസഫിയുമായി ജീവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ അവർ നമ്മുടെ എല്ലാ നാടുകളിലുമുണ്ട്. ബേസിക്കലി അവർ വളരെ സ്വാർത്ഥരായ മനുഷ്യരാണ്. അവർക്ക് അവരുടെ ജീവിതം മാത്രം ശ്രദ്ധിച്ചാൽ മതി. സമൂഹത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും അത് നമ്മളെ ഡയറക്റ്റായി ബാധിക്കാത്തിടത്തോളം കാലം അവരായി അവരുടെ പാടായി. നമ്മൾ എന്തിനാണ് ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തലയിടാൻ പോകുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. അതിനുള്ള മറുപടി ഒറ്റ വാക്കിൽ പറയാം: സാമൂഹിക പ്രതിബദ്ധത എന്നുള്ളൊരു കാര്യം രക്തത്തിൽ എങ്ങനെയോ കയറി പറ്റിയത് കൊണ്ടാണ്. ഈ ഒരു സംഭവത്തെക്കുറിച്ച് ഞാൻ പല വീഡിയോകൾ ചെയ്തപ്പോൾ അതിൻ്റെ കീഴിൽ വന്ന കമൻറ്റുകളിൽ പ്രധാനമായത് ഇങ്ങനെയാണ്: അവരെ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, നിങ്ങൾ എന്തിനാണ് വെറുതെ അവരുടെ പിന്നാലെ നടന്ന് അവരെ ഉപദ്രവിക്കാൻ പോകുന്നത് എന്നതായിരുന്നു. അവരെ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്ന് പറയുമ്പോൾ അങ്ങനെ ആർക്കും എങ്ങനെയും ജീവിക്കുവാൻ പറ്റുന്ന ഒരു നാടാണോ നമ്മുടെ നാട്? നിങ്ങൾ ഈ കമന്റ് എഴുതിയ ആൾക്കാർ ഒരുപക്ഷെ അടങ്ങി ഒതുങ്ങി നിങ്ങളുടെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നവരായിരിക്കും. എന്നാൽ നിങ്ങളിൽ നിന്നും വ്യത്യസ്തതയുള്ള ധാരാളം ആൾക്കാർ ഈ സമൂഹത്തിലുണ്ട്. അവർക്ക് തട്ടിപ്പും തരികിടയും മോഷണവും വ്യഭിചാരവും ഗുണ്ടായുസവും അത്തരത്തിലുള്ള പല ആക്ടിവിറ്റികളുമായി മുൻപോട്ട് പോകുന്നതിനോടാണ് താല്പര്യം. ഇത് കുറ്റകരമായ ജീവിതശൈലിയാണ്. അവരെ എങ്ങനെയും ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞ് അവരെ അവരുടെ വഴിക്ക് കയറൂരി വിടുകയാണെങ്കിൽ നാളെ നമ്മുടെ നാട്ടിൽ അരാജകത്വമായിരിക്കും വെളിപ്പെടാൻ പോകുന്നത്. ഈ നിയമവും നിയമപാലകരും സർക്കാർ സംവിധാനങ്ങളും ഒക്കെ നിലവിലുള്ളപ്പോഴും അതിനെയെല്ലാം കവച്ചു വെച്ചുകൊണ്ട് വെട്ടിപ്പും തട്ടിപ്പുമായി ഒരു കൂട്ടം ആൾക്കാർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മുൻപ് പറഞ്ഞതുപോലെയുള്ള അരാജകത്വം ഇവിടെ ഉണ്ടാകാതിരിക്കുന്നത് ഇവിടുത്തെ നിയമ സംവിധാനങ്ങളും ഇതുപോലെ തന്നെ പരസ്യമായി പ്രതികരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരും ഒക്കെ ഉള്ളത് കൊണ്ടാണ്. ആരും പ്രതികരിക്കാൻ മുൻപോട്ട് വരുന്നില്ല എങ്കിൽ പിന്നെ നമ്മുടെ നാട് ഇത്തരം തട്ടിപ്പുകാരുടെ കൂത്തരങ്ങായി മാറും. നിങ്ങൾ എന്തിനാ അവർ ചെയ്യുന്നതെല്ലാം നോക്കി നടക്കുന്നത്? നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? നിങ്ങൾ എന്തിനാണ് അവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ നടക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി ജീവിക്ക്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന ആൾക്കാരോടുള്ള സുപ്രധാനമായ മറുപടി: ഇത്തരം തെമ്മാടികൾക്കെതിരെ സംസാരിക്കുവാൻ ജനങ്ങൾ എഴുന്നേൽക്കാത്തിടത്തോളം കാലം ഈ ചൂഷണങ്ങളും ഈ അടിച്ചമർത്തലുകളും ഒക്കെ നമ്മുടെ നാട്ടിൽ തുടർന്നുകൊണ്ടിരിക്കും. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യമുണ്ടല്ലോ, അതെത്ര മഹത്തരമാണ്. പക്ഷേ ഒരു കാലത്ത് നമ്മുടെ രാജ്യം വിദേശ ശക്തികളാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ഭരണം നിലനിന്നിരുന്നത് കൊണ്ട് ഈ കമന്റ് എഴുതിയ ആൾക്കാരുടെ വല്യപ്പന്മാർക്കും വല്യപ്പന്മാർക്കും ഒന്നും കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടില്ലായിരിക്കാം. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇവിടെ നുഴഞ്ഞു കയറി വരികയും ഈ രാജ്യത്തിന്റെ പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്ത് നാളുകൾ കഴിയും തോറും ഈ നാടിനെ വെറും കരിമ്പിൻ ചണ്ടി പോലെ ചവച്ചു തുപ്പി ഇവിടെയുള്ളതെല്ലാം ഊറ്റിയെടുത്തുകൊണ്ട് ഒരു കൂട്ടർ മുൻപോട്ട് പോകുന്നത് കണ്ടപ്പോൾ അതിനെതിരെ പ്രതികരിക്കുവാൻ ചിലരൊക്കെ രംഗത്ത് വന്നു. അങ്ങനെയുള്ളൊരു കൂട്ടായ്മയായിരുന്നു സ്വാതന്ത്ര്യ സമരമായി മാറിയത്. പക്ഷേ ഈ സ്വാതന്ത്ര്യ സമരത്തെ നോക്കിക്കൊണ്ടുപോലും നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ? വെറുതെ സായിപ്പിന്റെ തോക്കിന്റെ മുൻപിൽ പോയി പിടഞ്ഞു വീണ് ചാകാതെ നീയൊക്കെ നിന്റെ മക്കളെ വളർത്തി കുടുംബമായിട്ട് സമാധാനത്തോടെ ജീവിക്ക് എന്ന് പറഞ്ഞവർ ധാരാളമുണ്ടായിരുന്നു. സായിപ്പിന് കൈകൊടുത്തവർ ധാരാളമുണ്ടായിരുന്നു. അന്ന് ലക്ഷക്കണക്കിന് ആൾക്കാർ സ്വന്തം നാടിനു വേണ്ടി, നീതിക്ക് വേണ്ടി പോരാടാൻ ഇറങ്ങിത്തിരിച്ചത് കൊണ്ടാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യമൊക്കെ നമുക്ക് ലഭിച്ചത്. ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത നമുക്കറിയാം. പണവും അംഗീകാരവും കൈക്കരുത്തുമുള്ളവൻ എന്തുമാകാം എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ കാലമാണ്. ഇവിടെ ആർക്കും ഏതു നിമിഷവും ആരെയും ഇല്ലാതെയാക്കാം. ജനഗണമന സിനിമയിൽ പറയുന്നത് പോലെ ഒരു പട്ടിയെ കൊന്നാൽ ചോദിക്കുവാൻ ആളുണ്ട് ഇവിടെ, പക്ഷേ ഒരു മനുഷ്യനെ കൊന്നാൽ ചോദിക്കുവാൻ ഒരു പട്ടിയും വരില്ല. അത് വളരെ വ്യക്തമായൊരു ചിന്ത തന്നെയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഓരോരുത്തരും അവരവരുടെ തുരുത്തുകളിൽ ഒതുങ്ങിക്കൂടി ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊള്ളട്ടെ,
ഇതൊന്നും നമ്മളെ നേരിട്ട് ബാധിക്കുന്ന കാര്യമല്ലല്ലോ, നമുക്ക് നമ്മുടെ കാര്യം എന്ന് പറഞ്ഞ് ജീവിക്കുകയാണെങ്കിൽ നാളുകളിൽ നിനക്കും നിന്റെ തലമുറയ്ക്കും ഇവിടെ സ്വൈര്യമായിട്ട് ജീവിക്കുവാൻ കഴിയാത്ത സാഹചര്യമുണ്ടാവും. അതുകൊണ്ട് ഇതിനെതിരെ പ്രതികരിച്ചേ പറ്റൂ. ഈ നെറികേടുകളൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്തിട്ട് അവരെന്തെങ്കിലും ചെയ്യട്ടെ, നിങ്ങൾക്കെന്താണ്, നിങ്ങൾ നിങ്ങളുടെ പാട് നോക്ക് എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അവരൊന്നും മനസ്സിലാക്കണം. നാളെ ഈ സമൂഹത്തിൽ നിങ്ങൾക്കെതിരായി ഒരു അനീതി വെളിപ്പെട്ടാൽ, അല്ലെങ്കിൽ ഒരനാവശ്യ പ്രവൃത്തിയുമായി ആരെങ്കിലും നിങ്ങളുടെ കുടുംബത്തിനെതിരെ ഇറങ്ങിത്തിരിച്ചാൽ, നിങ്ങളെ വീട് കയറി ആക്രമിച്ചാൽ, നിങ്ങളുടെ തലമുറയെ വഴിയിൽ തടഞ്ഞു നിർത്തി അപമാനിച്ചാൽ, അപ്പോൾ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? നിങ്ങൾക്കുണ്ടാകുന്ന വികാരം എന്തായിരിക്കും? രാവിലെ കോളേജിലേക്ക് സന്തോഷത്തോടെ ഇറങ്ങിപ്പോയ പെൺകുട്ടി വീട്ടിലെത്തിയില്ല. ഉച്ച കഴിഞ്ഞപ്പോൾ വീട്ടിലെത്തിയ വാർത്ത മകളെ കാമുകൻ വഴിയിൽ വെച്ച് പെട്രോൾ ഒഴിച്ച് തീ കത്തിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. സമാന സംഭവങ്ങൾ പലതും നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും സുരക്ഷിതരാണ് എന്നൊന്നും കരുതി സന്തോഷിക്കരുത്. ഭ്രാന്ത് പിടിച്ച ഏതെങ്കിലും ഒരുത്തന്റെ കൊലക്കത്തി നിന്റെ നെഞ്ചിന് നേരെയും ഒരുപക്ഷെ നാളെ ഉയർന്നേക്കാം, അല്ലെങ്കിൽ നിന്റെ തലമുറയുടെ സ്വസ്ഥത കെടുത്തിക്കളഞ്ഞേക്കാം. അന്നേരവും പറയണം, എന്റെ കാര്യത്തിൽ ആരും ഇടപെടേണ്ട, ഒരു സോഷ്യൽ മീഡിയയും ചർച്ച ചെയ്യേണ്ട, നഷ്ടപ്പെട്ടതൊക്കെ ഞാനങ്ങ് സഹിച്ചോളാം, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഒറ്റയ്ക്കങ്ങ് നേരിട്ടോളാം, ഒരു നിയമവും വേണ്ട, ഒരു പോലീസും വേണ്ട, ആരും സംസാരിക്കാനും വരണ്ട എന്ന്. അങ്ങനെയല്ല, നാളെ നിങ്ങളൊരു പ്രതിസന്ധിയിലാകുമ്പോൾ നിങ്ങൾക്കൊപ്പവും ആരെങ്കിലും നിൽക്കണമെങ്കിൽ, ഒരു 10 മിനിറ്റ് നിങ്ങളുടെ ആവലാതി കേൾക്കുവാൻ ആരെങ്കിലും വരണമെങ്കിൽ ഈ നീതി നിഷേധത്തിനെതിരെ ശബ്ദമുയർത്തണം. കുറച്ചു ദിവസങ്ങളായിട്ട് ജീവമാതാ കാരുണ്യ ഭവൻ എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനത്തിനെതിരെ പല വാർത്തകളും സമൂഹ മാധ്യമങ്ങളിൽ കത്തിപ്പടരുകയാണ്. പക്ഷേ അതേക്കുറിച്ചൊരു അഭിപ്രായം പറയാനോ ഒരു വീഡിയോ ചെയ്യാനോ ഒലു ക്രിയേഷൻസ് തയ്യാറായില്ല. അതിന്റെ കാരണം ഇതൊരു അനാഥാലയമാണ്. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടുകൊണ്ട് ഇതിനെതിരെ സംസാരിക്കുവാൻ പോയാൽ പലരുടെയും ജീവിതമാണ് അതോടുകൂടി പരുങ്ങലിലാകുന്നത്. അവിടുത്തെ പല അന്തേവാസികളും അവരുടെ ജീവിതം തുലാസിലാടുവാൻ തുടങ്ങും. അതുകൊണ്ട് ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ചാടിക്കേറി പ്രതികരിക്കരുത് എന്ന് കണ്ട് മൗനമായിരിക്കുകയായിരുന്നു. എന്നാൽ 2 ദിവസം മുമ്പ് അവിടുത്തെ ഒരു അന്തേവാസിയായ അമ്മ, അവിടെ അവർക്ക് ഭക്ഷണം ലഭിക്കുന്നില്ല, അവരവിടെ നരകയാതന അനുഭവിക്കുകയാണ്, എങ്ങനെയെങ്കിലും അവിടുന്ന് അവരെ രക്ഷപ്പെടുത്തണം എന്ന് കരഞ്ഞു നിലവിളിച്ചു പറയുന്ന ഒരു വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി ഈ സ്ഥാപനത്തിൽ നടക്കുന്നത് കടുത്ത മനുഷ്യാവകാശ ധ്വംസനമാണ് എന്നുള്ളത്. ഇതിനെതിരെ പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല. സാമൂഹിക പ്രതിബദ്ധതയുള്ള ആരും പ്രതികരിക്കും. ഈ സ്ത്രീ പറയുന്നത് പത്തനാപുരത്തുള്ള എല്ലാവർക്കും അറിയാം ഉദയഗിരിജ ആരാണെന്നും അവരുടെ ജീവിത നിലവാരം എന്താണെന്നും അവരുടെ സാമ്പത്തിക സ്ഥിതി എന്താണെന്നും ഇപ്പോഴുള്ള അവരുടെ സ്വാധീനം എന്താണെന്നും. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ജനങ്ങൾക്ക് ഭയമാണ്. അവരവരുടെ കാര്യം നോക്കി ജീവിക്കുകയാണ്. ആരെങ്കിലും എന്തെങ്കിലും കാട്ടിക്കൂട്ടട്ടെ എന്നുള്ള ചിന്തയിൽ അവർ ഒഴിഞ്ഞങ്ങ് പോവുകയാണ്. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആവാൻ പറ്റില്ല. സാമൂഹിക പ്രതിബദ്ധതയുള്ളവർ സഹജീവികൾ നൊന്തു നീറുന്നത് കാണുമ്പോൾ അതിനെതിരെ പ്രതികരിക്കും. അതുമാത്രമാണ് ഇവിടെയും സംഭവിച്ചത്. പണവും പ്രതാപവുമുള്ള ആൾക്കാരായതുകൊണ്ട് മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ഇതൊരുപക്ഷെ ചർച്ചയാക്കി മാറ്റില്ല. സാധാരണക്കാരനൊരു ചെറിയ പിഴവ് വന്നാൽ അവരത് വാർത്തയാക്കും, അവരത് ആഘോഷിക്കും, അന്തിച്ചർച്ചകൾ നടത്തും. പക്ഷേ ഇവർ, ഈ ചാനലുകാരൊക്കെ ചോദിക്കുന്നത് എറിഞ്ഞു കൊടുക്കുവാൻ കെൽപ്പുള്ള ആൾക്കാരായതുകൊണ്ട് അവരൊന്നും ഒരുപക്ഷെ ഇവർക്കെതിരെ ഉരിയാടുവാൻ തയ്യാറാവില്ല. എന്നാൽ ഈ കടുത്ത അനീതികൾ അത് തുറന്നു കാട്ടപ്പെടുകയും തെറ്റ് കാണിച്ച വ്യക്തികളെ നിയമപരമായി ശിക്ഷിക്കുകയും ചെയ്യുന്ന സമയം വരെയോളം ഇതിന്റെ പിൻപിൽ ഒരു കൂട്ടം ആൾക്കാർ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഈ സ്ഥാപനത്തെക്കുറിച്ചും ഇതിന്റെ നടത്തിപ്പുകാരെക്കുറിച്ചും അവരുടെ സാമ്പത്തിക സോഴ്സിനെ കുറിച്ചുമെല്ലാം വളരെ കൃത്യമായ അന്വേഷണങ്ങൾ ഉണ്ടാവണം. അവിടെ ഉണ്ടായിരുന്ന ഒരു അന്തേവാസി ചികിത്സ കിട്ടാതെ മരണപ്പെട്ട വാർത്ത പോലും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കഴിക്കുവാൻ കൊടുക്കുന്ന ഭക്ഷണത്തെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന പല വീഡിയോകളിലും പലരും വളരെ കൃത്യമായി പല കാര്യങ്ങളും പറഞ്ഞു വെച്ചു. ഇതെല്ലാം കണ്ടിട്ടും ഇതെല്ലാം കേട്ടിട്ടും നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ എന്ന് ഞങ്ങളോട് ചോദിക്കുന്നവരോട് അയ്യോ കഷ്ടം എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദുരിതവും ഒരു ദുരന്തവും വന്നു ഭവിക്കാതിരിക്കട്ടെ. പഴയ കാലത്ത് ഹിറ്റ്ലറുടെ കിരാത ഭരണം നടന്ന കാലത്ത് ഒരു മതപുരോഹിതൻ എഴുതി വെച്ച ചില വരികളുണ്ട്. അത് ലോക പ്രശസ്തമാണ്. അതിങ്ങനെയാണ്: ഹിറ്റ്ലർ ആദ്യം യഹൂദന്മാർക്കെതിരെ വന്നു. അന്ന് ഞാൻ മൗനമായിരുന്നു, കാരണം ഞാനൊരു യഹൂദനല്ലായിരുന്നു. പിന്നീട് അയാൾ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ തിരിഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെയും മിണ്ടാതിരുന്നു, കാരണം ഞാനൊരു കമ്മ്യൂണിസ്റ്റുമല്ലായിരുന്നു. അങ്ങനെ സമൂഹത്തിന്റെ ഓരോ മേഖലകളെയും തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയും വംശീയ കൂട്ടക്കൊലകൾ അയാൾ നടത്തുകയും ചെയ്തു. എന്നിട്ടും ഞാൻ മിണ്ടാതെയിരുന്നു, കാരണം ഞാൻ അതിന്റെ ഒന്നും ഭാഗമായിരുന്നില്ല. പക്ഷേ ഒടുവിൽ അയാൾ എന്റെ നേരെ വന്നു. അപ്പോൾ എനിക്ക് വേണ്ടി സംസാരിക്കുവാൻ ആരുമില്ലായിരുന്നു. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വെളിവുള്ളവന് തിരിയും, അല്ലാത്തവൻ നാളെ നട്ടം തിരിയും. എന്തായാലും പണവും സ്വാധീനവുമുള്ള താപ്പാനകളെ ഭയപ്പെടാതെ അവരുടെ കള്ളത്തരങ്ങളെ ചങ്കൂറ്റത്തോടെ സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു കാണിക്കുവാൻ ധൈര്യം കാണിച്ച ഈ സഹോദരിക്ക് ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ്. അതെ, ജീവൻ പോയാലും കാര്യങ്ങൾ ഉള്ളതുപോലെ തുറന്നു പറയും എന്ന് പറയുന്ന ഈ ആർജവത്തിന്റെ മുൻപിൽ ഒരു കൂപ്പുകൈയോടുകൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്.